ഞെട്ടിക്കുന്ന തെളിവുകളോ എന്നാണ് ചോദ്യം. ജിമ്മി, ഈ ഇന്ത്യ രൂപീകൃതമായതിനു ശേഷം, റിപ്പബ്ലിക് ആയതിനു ശേഷം ഇന്ത്യൻ ജനാധിപത്യം ഇതുപോലെ വെല്ലുവിളിക്കപ്പെട്ട ഒരു ദിവസം ഉണ്ടായിട്ടില്ല. ഏറ്റവും നിർണായകമായ ഒരു ആരോപണം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെതിരെ ഉയർന്ന ദിവസമാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ, രാഹുൽ ഗാന്ധി പറയുന്നതനുസരിച്ചാണെങ്കിൽ 10-30 നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും ഇന്ത്യയിൽ ഇങ്ങനൊരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഡീപ് സ്റ്റേറ്റിൻ്റെ വ്യക്തമായ ലക്ഷണമാണ്. ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായി ഇത്ര ക്ലിനിക്കൽ പ്രിസിഷനോടെ ഒരാൾക്കും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന ഒരു ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണത്. എന്ന് വച്ചാൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമല്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പറഞ്ഞ ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. ഇനി ഇതിനൊരു പശ്ചാത്തലത്തിലേക്ക് വരികയാണ്. എന്താണ് കർണാടകത്തിൻ്റെ പ്രത്യേകത? 2004 മുതൽ കർണാടകത്തിൽ BJPയുടെ തേരോട്ടമാണ് ലോക്സഭയിൽ. വളരെ വലിയ ഭൂരിപക്ഷമാണ് എപ്പോഴും ലോക്സഭയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വെറും ഒരു സീറ്റിലേക്ക് ഒതുങ്ങുകയാണ്. 25-1. അവിടെ നിന്ന് ജനതാദൾ നാമാവശേഷമാവുകയും അവർക്ക് ശക്തി ക്ഷയിക്കുന്നതോടുകൂടിയാണ് കോൺഗ്രസ് തിരിച്ചു വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിലാകുമ്പോഴേക്കും BJP 17-ഉം കോൺഗ്രസ് 9-ഉമാകുന്നു. പക്ഷേ കോൺഗ്രസ് പ്രതീക്ഷിച്ചത് അതിന് തൊട്ടു മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ ഞങ്ങൾ അടിച്ചു കയറും എന്ന് പറഞ്ഞാൽ ജനതാദൾ JDUവിൻ്റെ സീറ്റുകൾ സ്പ്ലിറ്റായി പോയതിൻ്റെ ശക്തി ക്ഷയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ കയറുമെന്നാണ്. ആ പശ്ചാത്തലത്തിലാണ് ബാംഗ്ലൂർ സെൻട്രൽ സീറ്റിനെക്കുറിച്ച് വളരെ മുമ്പേ തന്നെ ആരോപണങ്ങളുണ്ട്, അതിൻ്റെ ചർച്ചകൾ വരുന്നത്. എന്താണ് അതിൻ്റെ പ്രത്യേകത? 8 നിയമസഭാ മണ്ഡലങ്ങൾ ഇതിനകത്തുണ്ട്. 4-4 ആണ് എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPയുടെയും കോൺഗ്രസിൻ്റെയും ലീഡുകൾ. 4 കോൺഗ്രസ് ലീഡ് ചെയ്യും, 4 BJP ലീഡ് ചെയ്യും. എന്നിട്ട് അവസാനം BJP തന്നെ ജയിക്കുകയും ചെയ്യും. പക്ഷേ ഇത്തവണ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, BJP ലീഡ് ചെയ്യുന്ന ഇപ്പോൾ ചാമരാജ്പേട്ട, ഗാന്ധിനഗർ, ശാന്തിനഗർ, ശിവാജി നഗർ മുതലായ കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന ചാമരാജ് നഗർ, ശാന്തിനഗർ, ശിവാജി നഗർ, സർവജ്ഞ നഗർ എന്നീ സ്ഥലങ്ങളിൽ കോൺഗ്രസിൻ്റെ ലീഡ് കൂടുകയാണ്. BJP ലീഡ് ചെയ്യുന്ന 4 മണ്ഡലങ്ങളിൽ അതിൽ 3 BJPയുടെ ലീഡ് കുറയുകയാണ്. ഇത് അവിടുത്തെ ഒരു പ്രത്യേകതയായി ഇത്തവണ എല്ലാവരും കണ്ടതാണ്. അത് ഇവിടെ മാത്രമല്ല, കർണാടകത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾ ഈ ട്രെൻഡ് കണ്ടു. ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം നിങ്ങൾ ഈ ട്രെൻഡ് കണ്ടില്ല. അതാണ് മഹാദേവപുര. കഴിഞ്ഞ തവണ 72,000 വോട്ടിൻ്റെ ലീഡുണ്ടായിരുന്നു BJPക്ക്. അവർക്ക് ആ ലോക്സഭാ മണ്ഡലത്തിലെ ബാംഗ്ലൂർ സെൻട്രലിലെ ഏറ്റവും ലീഡുള്ള സ്ഥലമാണെങ്കിൽ പോലും 72 എന്നുള്ളത് 1,14,000 കൂടുന്നു. ബാക്കി ഈ ലോക്സഭാ മണ്ഡലത്തിലെ ബാക്കി എല്ലാ BJP ലീഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ വോട്ട് കുറയുന്നു. കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ അവരുടെ വോട്ട് ഇരട്ടിയാകുന്നു. ഇവിടെ മാത്രം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് അന്നേ എല്ലാവരും ചോദിച്ചതാണ്. സത്യത്തിൽ മാധ്യമങ്ങൾ ലജ്ജിക്കണം. കാരണം ഒരു 2-3 മാസമായി, 4-5 മാസമായി തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് വളരെ സജീവമായി വന്നതാണ്. നമുക്കൊക്കെ അന്വേഷിക്കാവുന്ന കുറച്ച് കടലാസുകളിലെങ്കിലും 1-2 ബൂത്തുകളിലെങ്കിലും പോയി അന്വേഷിക്കാമായിരുന്ന തെളിവുകളാണ്. കാരണം 1,00,000-ലധികം വോട്ടുകൾ തിരിഞ്ഞുപോയി എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ആരോപണം. ഇന്ത്യയിലെ മാധ്യമങ്ങൾ ലജ്ജിക്കണം. കാരണം ഇങ്ങനെ ഒരു കണക്കിൻ്റെ ഒരു 7 അയലത്തുകൂടെ പോകാൻ പോലും പറ്റിയില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞതിനകത്ത് തെളിവുകൾ മുഴുവനില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് വളരെ വലിയ സംഖ്യയാണ്. 40,000 ഇല്ലാത്ത ഫോട്ടോകൾ, 17,000-ലധികം ആളുകളുടെ കള്ള അഡ്രസ്സുകൾ, പേരുകൾ വ്യാജം, 40,000-ന് മുകളിൽ ആളുകൾ പുതിയ വോട്ടർമാരെന്ന് പറയുന്നത് പക്ഷേ 70 വയസ്സുള്ളവരാണ്. ഇതൊക്കെ 1-2 പേരുടെ തെളിവുകൾ വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞത്. ഇതിൻ്റെ മുകളിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. വിസ്താര ഭയത്താൽ ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം അത് പറഞ്ഞില്ല. ഒരു പ്രധാനപ്പെട്ട കക്ഷിയുടെ പേര് അദ്ദേഹം എടുത്തു പറഞ്ഞു. അത് ആദിത്യ ശ്രീവാസ്തവ എന്ന് പറയുന്ന മനുഷ്യനാണ്. ഈ ആദിത്യ ശ്രീവാസ്തവ കർണാടകത്തിൽ 2-3 വോട്ട് ചെയ്തത് മാത്രമല്ല, ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. നോക്കൂ എത്ര ഡീപ്പാണ് ഒരു ഇലക്ഷൻ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ. രാഹുൽ ശ്രീവാസ്തവ എന്ന് പറഞ്ഞ വോട്ടർ 4 വോട്ട് ചെയ്തിരിക്കുന്നു. ഇയാളെ കണ്ടുപിടിക്കാനുള്ള ശ്രമമെങ്കിലും നമ്മൾ മാധ്യമങ്ങൾ നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. കാരണം സാഹചര്യ തെളിവുകൾ മോദി സർക്കാരിനെതിരാണ്. ഈ വലിയ ആരോപണം വരുമ്പോൾ ഞങ്ങൾക്കിത് പരിശോധിക്കണമെന്ന് പറയുമ്പോൾ അത് ഡിജിറ്റലൈസ് ചെയ്ത് കൊടുക്കുന്നില്ല. പകരം ഒരു കെട്ട് പേപ്പർ എടുത്ത് കൊടുക്കുകയാണ്, തപ്പിക്കോ എന്ന് പറഞ്ഞ്. ഈ കോടതിയിൽ കോമ്പൻസേഷൻ കേസിൽ 10,000 രൂപ വിധിച്ചാൽ 10,000 രൂപയുടെ ചില്ലറ തൊട്ട് എടുത്തു കൊടുത്ത് ഒരു കേസുണ്ട് തിരുവനന്തപുരത്ത്. എണ്ണിക്കോ
10,000 ഇല്ല, അതുണ്ട്, എണ്ണിക്കോളാൻ പറയും എന്ന് പറയുന്നത് പോലെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം എന്ന രീതിയിൽ 3,000 കിലോ 300 കിലോയുടെ പേപ്പർ എടുത്തു കൊടുത്തിട്ട് അവിടെ തന്നെ സാഹചര്യ തെളിവുകൾ ഇലക്ഷൻ കമ്മീഷനെ നിങ്ങളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയാണ്. എന്തിനായിരിക്കും അങ്ങനെ? ഇതുപോലെ മറ്റൊരു സാഹചര്യം കൂടി ഉണ്ട് കേട്ടോ. ഇലക്ട്രൽ ബോണ്ട് വന്ന സമയത്ത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ലിസ്റ്റ് എങ്ങനെയാണ് പ്രസിദ്ധീകരിച്ചതെന്നറിയാമോ? ഇലക്ട്രൽ ബോണ്ടുകളുടെ പേരില്ലാത്തത് ഒരു വശത്ത്, ഇലക്ട്രൽ ബോണ്ട് ആരൊക്കെയാണ് തന്നതെന്ന് വേറൊരു വശത്ത്. ഇത് തമ്മിൽ കമ്പൈൽ ചെയ്യാൻ ഒരു നിവൃത്തിയുമില്ല. നമ്പറുകൾ ഇപ്പോൾ 104 ഇതെവിടെയാണ് ഈ 104 എന്ന് തപ്പിയെടുക്കണം. അന്ന് ഞാനൊരു ഓൺലൈൻ മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന സമയമാണ്. ഒരു രാത്രി മുഴുവൻ ഇരുന്ന് കമ്പയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. 100 കണക്കിന് നമ്പറുകളാണ്. അത് അവസാനം 4-5 ദിവസം എടുത്തു ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് ഇതെല്ലാം കമ്പയർ ചെയ്ത് ഏതൊക്കെ കമ്പനികളാണ് യഥാർത്ഥത്തിൽ പൈസ കൊടുത്തിരിക്കുന്നത്, എത്ര രൂപയാണ് വന്നിരിക്കുന്നത് അറിഞ്ഞു. അതിനുശേഷം നമ്മൾ കണ്ടു ആരൊക്കെയാണ് പൈസ കൊടുത്തത്, അതിൽ ആർക്കൊക്കെയാണ് കോൺട്രാക്റ്റ് കിട്ടിയതെന്നൊക്കെ നമ്മളെല്ലാവരും പറഞ്ഞു. പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. ഇലക്ട്രൽ ബോണ്ട് വന്ന പോലെ പോയി. നമ്മുടെ ഹൈവേ പണിത ആളുകളൊക്കെ കൊടുത്ത പൈസയുടെ കണക്ക് നമുക്കറിയാം. ഒരു കാര്യവുമില്ല. ആ ഹൈവേ കേരളത്തിൽ തകരുന്ന നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് രാഹുൽ ഗാന്ധി മാത്രം പറഞ്ഞ ഒരൊറ്റപ്പെട്ട സംഭവമല്ല. 2 വർഷം മുമ്പ് ഇന്ത്യ ഇതുപോലെ ഒരു വലിയ ആരോപണം കേട്ടതാണ്. അന്ന് ഇന്ത്യയിലെ മനുഷ്യർ അത് കേൾക്കാതെ പോയി എന്നുള്ളത് കൂടി പ്രേക്ഷകർ ഈ തരുണത്തിൽ ഓർക്കണം. അശോക യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ സബ്യസാചി ദാസ്, അദ്ദേഹം ഒരു എക്കണോമിസ്റ്റാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് 1977 മുതൽ 2019 വരെയുള്ള ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുള്ള കണക്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു 2019 എന്തോ വിചിത്രമായി സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ആരോപണം, ഞാൻ കണക്കുകൾ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ക്ലോസ്ലി കണ്ടസ്റ്റഡ് ആയിട്ടുള്ള സീറ്റുകളെല്ലാം അതെല്ലാം BJP ജയിക്കുന്നു. സാധാരണഗതിയിൽ 2019 മുമ്പ് കുറേ ക്ലോസ്ലി കണ്ടസ്റ്റഡ് സീറ്റുകളിൽ കോൺഗ്രസ് ജയിക്കാം, മറ്റൊരിടത്ത് BJP ജയിക്കാം. പക്ഷേ 2019 എല്ലാ സീറ്റുകളും BJP ജയിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ സീറ്റുകളിൽ ഈ BJP ജയിച്ച വളരെ വാശിയേറിയ മത്സരം നടന്ന സ്ഥലങ്ങളിൽ അവിടെ വോട്ടുകളുടെ വളർച്ചാ തോത് കുറയുകയാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായവരുടെ എണ്ണം കൂടുകയാണ്. അത് മുസ്ലിങ്ങളാണ്. 373 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ഈ EVM വോട്ടർ കൗണ്ടും ആകെ പോൾ ചെയ്ത കണക്ക് പ്രസിദ്ധീകരിക്കുമല്ലോ. അതായത് EVMലൊരു കണക്ക്, ഈ മണ്ഡലത്തിൽ എത്ര വോട്ട് പോൾ ചെയ്തു എന്ന് പറഞ്ഞ കണക്ക് തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ തമ്മിൽ 11,000, 12,000, 15,000 വോട്ടിൻ്റെ വ്യത്യാസം. മിൻറ്റ് അതിനകത്തെ 3-4 ദ മിൻറ്റ് എന്ന് പറയുന്ന മാധ്യമം അത് 3-4 നിയോജക ലോക്സഭാ മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിച്ചപ്പോൾ ശരിയാണ്. അവസാനം ഇലക്ഷൻ കമ്മീഷൻ ഈ ഫൈനൽ EVM കൗണ്ടിൻ്റെ ലിസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു. ഒരാളും ഇന്ത്യയിൽ ചോദിച്ചില്ല, ഒരിടത്തും ഒരു വിഷയം ഉണ്ടായില്ല. ഇലക്ഷൻ കമ്മീഷനായതുകൊണ്ട് മുട്ടുവിറച്ച് ഇരിക്കുകയാണ് ചെയ്തത്. അവസാനം ഡോക്ടർ സബ്യസാചി ദാസ് എന്ന അറിയപ്പെടുന്ന എക്കണോമിസ്റ്റിനെ അദ്ദേഹം ജോലി ചേർന്ന അശോക യൂണിവേഴ്സിറ്റി തള്ളിപ്പറയുകയും ആ മനുഷ്യൻ അവസാനം രാജിവെച്ച് പുറത്തു പോവുകയും വന്നു. ഇലക്ഷൻ കമ്മീഷനെ വെല്ലുവിളിച്ചതിന്, BJPക്ക് ഇതിലെന്തോ തിരിമറി നടത്തുന്ന സംശയം ഉന്നയിച്ചതിന്. അങ്ങനെ നമ്മുടെ വിസ്മൃതിയിൽ നിന്ന് മറഞ്ഞുപോയ ഒരു സബ്യസാചി ദാസ് കൂടിയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ കൃത്രിമത്തെക്കുറിച്ച് പറഞ്ഞവരുടെ ലിസ്റ്റിൽ. അതുകൂടി ഇന്ന് ഓർക്കുക. ആ മനുഷ്യൻ പറഞ്ഞുകൊടുത്തുനിന്നാണ് കോൺഗ്രസ് ഇപ്പോൾ തുടങ്ങിയത്. അന്ന് സബ്യസാചി ദാസ് ഒരു കാര്യം കൂടെ പറഞ്ഞു, അടുത്തത് 2024 വരുന്നത്, കരുതിയിരിക്കുക. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നു, പ്രതിപക്ഷ നേതാവിനെ തൊടാൻ ഒന്ന് മുട്ടുവിറയ്ക്കും എന്നാണ് ഞാൻ കരുതുന്നത്. സബ്യസാചി ദാസിനെ തൊടുന്നത് പോലെ വിരട്ടിയതുപോലെ പ്രതിപക്ഷ നേതാവിനെ വിരട്ടാനാവില്ല. പക്ഷേ ഇനി എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? തെളിവ് കൊണ്ടുവന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ ഇതെല്ലാം കൂടെ എടുത്ത് ഒരു കാളവണ്ടിയിൽ കെട്ടി ഈ കണക്കുകളെല്ലാം കൂടെ 1000 പേജ് എടുത്ത് കൊടുത്താൽ എന്ത് ചെയ്യും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? ഇത് ഒരു വെല്ലുവിളിയെ സ്വീകരിച്ച് പ്രധാനപ്പെട്ട ക്ലോസ്ലി കണ്ടസ്റ്റഡ് ആയിട്ടുള്ള 33 സീറ്റുകളിൽ തിരിമറി നടന്നെന്ന് പറഞ്ഞല്ലോ. ശരി, അത് അന്വേഷിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകുമോ? ചുരുങ്ങിയ പക്ഷം ഇന്ത്യൻ ജനാധിപത്യത്തോട് ഒരല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ, അല്പമെങ്കിലും മര്യാദയുണ്ടെങ്കിൽ, ജനാധിപത്യം നിലനിൽക്കണം എന്ന ഉദ്ദേശമുണ്ടെങ്കിൽ, പ്രതിപക്ഷ നേതാവ് ശരിയോ തെറ്റോ ആയിക്കോട്ടെ, വേണമെങ്കിൽ BJP ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം ഈ പറയുന്ന അഴിമതികളും തിരിമറിയൊക്കെ കോൺഗ്രസിനും കാണിച്ചതായി കൂടെ ആവാം. പരിശോധിക്കുമോ? അന്വേഷണം ഉണ്ടാകുമോ? 33 സീറ്റുകളുടെ കാര്യത്തിലെങ്കിലും ഞങ്ങൾ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ, ഒരു സ്വതന്ത്ര കമ്മീഷനെ വെച്ച് അന്വേഷിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുമോ? അതാണ് അറിയേണ്ടത്. അതുവരെ രാജ്യത്തെ പരമോന്നതമായ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിൻ്റെ നിഴലിലാണ്. Meet the editors.